മദ്യപിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ പലതാണ്. മദ്യം ഹൃദയത്തിനും കരളിനുമെല്ലാം കേടുപാടുണ്ടാക്കുമെന്നത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതുപോലെ തന്നെ അടുത്തിടെ നടന്ന ഒരു ഗവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ മദ്യപാനം നിർബന്ധമായും നിർത്താൻ ഒരു പ്രായമുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഒരു പ്രായത്തിന് ശേഷം മദ്യപിക്കുന്നത് ശരീരത്തിന് സാധാരണയുള്ളതിനേക്കാൾ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമത്രേ. റോച്ചസ്റ്റർ മെഡിക്കൽ സെന്ററിലെ യൂണിവേഴ്സിറ്റിയുടെ പഠനമനുസരിച്ച് മദ്യത്തോടുള്ള ശരീരത്തിന്റെ പ്രതികരണം പ്രായത്തിനനുസരിച്ച് മാറുന്നു. 65 വയസ്സിന് ശേഷം പേശികളുടെ അളവും ശരീരത്തിന്റെ മൊത്തം ജലാംശവും കുറയുകയും ഉപാപചയം മന്ദഗതിയിലാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രായമാകുമ്പോൾ മദ്യം ശരീരത്തിൽ അധിക സമയം നിലനിൽക്കാനിടയുണ്ട്. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, അൾസർ തുടങ്ങിയ അവസ്ഥകൾക്കുള്ള മരുന്നുകളുമായും മദ്യം ശക്തമായും ഇടപഴകും. 65 വയസ്സിനു ശേഷം മെറ്റാബോളിസം മന്ദഗതിയിലാവുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, മദ്യപിച്ചുണ്ടാകുന്ന വീഴ്ചകൾ മൂലം 65 വയസ്സ് കഴിഞ്ഞവരിൽ എല്ലുപൊട്ടൽ പോലെയുള്ളവയുടെ സാധ്യതയും കൂടും. അമേരിക്കൻ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ റിച്ചാർഡ് റസ്റ്റാക്ക് പറയുന്നതനുസരിച്ച് മദ്യപാനത്തിന്റെ അപകട സാധ്യതകൾ തലച്ചോറിലേക്ക് പോലും വ്യാപിക്കുന്നു. മദ്യം അപകടകാരിയായ ന്യൂറോ ടോക്സിനാണ്. ഇത് നാഡീകോശങ്ങൾക്ക് ഒട്ടും നല്ലതല്ല. അതിനാൽ തന്നെ പ്രായമായവർ തുടർച്ചയായി മദ്യപിക്കുന്നത് കൂടുതൽ അപകടകരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. 65 വയസ്സ് കഴിയുമ്പോൾ കഴിക്കുന്ന മദ്യത്തിൽ ഗണ്യമായ കുറവ് വരുത്തണമെന്നും വൈകാതെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ഡോക്ടർ റെസ്റ്റോക്ക് അഭിപ്രായപ്പെടുന്നു. ഈ പ്രായത്തിൽ ന്യൂറോണുകളെ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്. മാത്രമല്ല, അമിതമായി മദ്യപിക്കുന്ന ആളുകൾക്ക് കാലക്രമേണ ഡിമെൻഷ്യ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ദീർഘകാലം അമിതമായി മദ്യപിക്കുന്നവർക്ക് ക്യാൻസർ, കരൾ രോഗം എന്നിങ്ങനെയുള്ളവ വരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. മദ്യം പൂർണ്ണമായും ഒഴിവാക്കുന്നത് നാഡീവ്യവസ്ഥയുടെ സമ്മർദ്ദം കുറയ്ക്കുകയും ഓർമ്മശക്തി സംരക്ഷിക്കുകയും പേശികൾ നശിച്ചു പോകുന്നത് തടയുകയും അപകട സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. 1/2 ദശലക്ഷത്തിലധികം മുതിർന്നവരിൽ 2025 നടത്തിയ മറ്റൊരു പഠനത്തിൽ മദ്യം കഴിക്കുന്നത് ഡിമെൻഷ്യ സാധ്യത വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അമിതമായി മദ്യപിക്കുന്നവർക്ക് 40%-ത്തിലധികമാണ് അപകട സാധ്യത. മദ്യത്തിന് അഡിക്റ്റ് ആയവർക്ക് ഇത് 50%-ത്തിലും കൂടുതലാണ്. മദ്യം എത്ര കുറച്ചു കുടിക്കുന്നുവോ അത്രയും ഡിമെൻഷ്യ സാധ്യത കുറയും. മദ്യപാനത്തിന്റെ നേരിയ വർധനവ് പോലും ഡിമെൻഷ്യ സാധ്യത 15% വർദ്ധിപ്പിക്കുന്നുവെന്ന് ഗവേഷണം പറയുന്നു. മിതമായ മദ്യപാനം ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ള അനുമാനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് പുതിയ ഗവേഷണ പഠനം. മദ്യപാനം കുറയ്ക്കുന്നത് ഡിമെൻഷ്യ സാധ്യത 16% വരെ കുറയ്ക്കുമെന്ന് ഗവേഷണത്തിന്റെ രചയിതാക്കൾ പറയുന്നുണ്ട്. 6 മാസം മദ്യം ഒഴിവാക്കിയാൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ വലിയ തോതിൽ പോസിറ്റീവ് മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സ്ഥിര മദ്യപാനികൾ മദ്യം ഉപേക്ഷിക്കുമ്പോൾ തുടക്കത്തിൽ ഉത്കണ്ഠ, ഉറക്കത്തകരാർ, നിർജ്ജലീകരണം, ദേഷ്യം എന്നിവ നേരിട്ടേക്കാം. എന്നാൽ 2 ആഴ്ച കൊണ്ട് ഈ ലക്ഷണങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്.